ഹായ് ഓൾ എല്ലാവർക്കും PSC ബേസിക്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇംഗ്ലീഷാണ്. ഇതിനു മുന്നേ നമ്മൾ കുറച്ച് ക്ലാസ്സുകളായിട്ട് ഇംഗ്ലീഷ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ലിങ്ക് കാണാത്തവരുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആ വീഡിയോസ് കാണാത്തവരുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് അവൈലബിൾ ആണ്. ഓക്കെ, അപ്പോൾ PSC ബേസിക്സ് എന്ന നമ്മുടെ ഈ യൂട്യൂബ് ചാനലിൽ വഴി എല്ലാ ക്ലാസ്സും നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ എനിക്ക് കഴിയാൻ പറ്റുന്ന രീതിയിൽ ഞാൻ പല കോഴ്സുകളായിട്ട് നമ്മുടെ ആപ്പിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. +2 പ്രിലിംസിന് വേണ്ടിയിട്ട് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഡിഗ്രി ലെവൽ പ്രിലിംസിന് വേണ്ടിയിട്ടും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ജൂലൈ 5 മുതൽ 10th മെയിൻസിന് വേണ്ടിയിട്ട് ക്ലാസ്സുകൾ ആരംഭിക്കുന്നതാണ്. അതിന് കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. പിന്നെ നമ്മുടെ ടെലഗ്രാം ചാനലിലും ജോയിൻ ചെയ്യുക. അതിന് വേണ്ടിയിട്ട് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് അവൈലബിൾ ആണ്. ഓക്കെ, കഴിഞ്ഞ 10th പ്രിലിംസിന് വേണ്ടിയിട്ട് പഠിച്ചിട്ടുള്ള ആൾക്കാരിൽ ഒരു മെജോറിറ്റി ആൾക്കാർ നമ്മുടെ ആപ്പ് യൂസ് ചെയ്ത് പഠിച്ച ആൾക്കാർക്ക് 70 മാർക്കിൽ കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അങ്ങനെയുള്ള കുട്ടികൾ എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്. അതിൽ വളരെയധികം സന്തോഷമുണ്ട്. അപ്പോൾ നമ്മുടെ 10th മെയിൻസിൻ്റെ ക്ലാസ്സിലും നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ക്ലാസ്സുകളിൽ എന്തെങ്കിലും പ്രോബ്ലംസ് അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഫീഡ്ബാക്ക് ഉണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് നമ്മൾ മുന്നോട്ട് പോകുന്നതും ആയിരിക്കും. ഓക്കെ, അപ്പോൾ ക്ലാസ്സിലേക്ക് കിടക്കാം. ഒന്നാമത്തെ ചോദ്യം, ലെറ്റസ് ഗോ ഫോർ എ വാക്ക്. ബാക്കി എന്താണെന്നാണ് ഫില്ല് ചെയ്യാനുള്ളത്. ക്വസ്റ്റ്യൻ ടാഗ് ചേർക്കാനാണ്. ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ മനസ്സിലാവും എന്താ ആൻസർ വരും. ആൻസർ ഇവിടെ വരുന്നത് ഏത് വരും? ഷാൾ വി ആണ് വരുന്നത്. ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. ഷാൾ വി ആണ് വരുന്നത്. വൈ? അതിന്റെ റീസൺ എന്താണ്? അതായത് ഒരു സെന്റൻസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ലെറ്റേഴ്സ് വെച്ചിട്ടാണെങ്കിൽ, എന്ത് വെച്ചിട്ടാണെങ്കിൽ? ലെറ്റേഴ്സ് വെച്ചിട്ടാണെങ്കിൽ ക്വസ്റ്റ്യൻ ടാഗ് എപ്പോഴും എന്തായിരിക്കും? ഷാൾ വി തന്നെ ആയിരിക്കും. എന്തായിരിക്കും? ഷാൾ വി എന്നായിരിക്കും. ഓക്കെ, അപ്പോൾ പഠിച്ചു വെക്കുക, കാണാതെ പഠിച്ചു വെക്കുക. ഉറപ്പായിട്ടും ഇനി ഒരു സിറ്റുവേഷനും ഇല്ല. ലെറ്റേഴ്സ് വന്നു കഴിഞ്ഞാൽ സെന്റൻസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ലെറ്റേഴ്സ് വെച്ചിട്ടാണെങ്കിൽ അവിടെ ഉറപ്പായിട്ടും ക്വസ്റ്റ്യൻ ടാഗ് വരുന്നത് ഷാൾ വി ആയിരിക്കും. പക്ഷേ ലെറ്റസിന് പകരം ലെറ്റ് മീ എന്നാണ് വരുന്നതെങ്കിൽ അവിടെ ക്വസ്റ്റ്യൻ ടാഗ് എപ്പോഴും വിൽ യു ആയിരിക്കും. അത് നിങ്ങൾ ഇതിന്റെ കൂട്ടത്തിൽ കൂടി പഠിച്ചു വെക്കുക. ഓക്കെ, അപ്പൊ ലെറ്റേഴ്സ് വന്ന് ഒരു സെന്റൻസ് സ്റ്റാർട്ട് ചെയ്ത് അങ്ങനെ ഒരു സെന്റൻസ് തന്നിട്ടുണ്ടെങ്കിൽ അവിടെ വരുന്ന ടാഗ് ഷുഡ് ബി ഷാൾ വി ആയിരിക്കും. ദെൻ ലെറ്റ് മീ വെച്ചിട്ട്, ഫോർ എക്സാമ്പിൾ ലെറ്റ് മീ യൂസ് യുവർ പെൻ എന്നാണ് വരുന്നതെങ്കിൽ അവിടെ നമ്മൾ എപ്പോഴും എന്ത് ചേർക്കും? വിൽ യു ചേർക്കും. ഓക്കെ, വിൽ യു ആയിരിക്കും ചേർക്കുന്നത്. ക്ലിയർ ആയല്ലോ? അടുത്ത ചോദ്യം, ദ പാസീവ് ഫോം ഓഫ് ദിസ് ഷോപ്പ് സെൽസ് ഓൾ ദ വെജിറ്റബിൾസ്. എന്താണ് ഇതിന്റെ പാസീവ് ഫോം എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പൊ നമ്മൾ ഇവിടുത്തെ ഈ സെന്റൻസിലെ ഒബ്ജക്റ്റിനെ ഇങ്ങ് എടുക്കും. ഏതാണ് ഒബ്ജക്റ്റ്? ഓൾ ദ വെജിറ്റബിൾസ് എന്നതാണ് ഒബ്ജക്റ്റ്. അപ്പൊ ഓൾ ദ വെജിറ്റബിൾസ് എടുത്തു. അടുത്തത് നമ്മൾ നോക്കുന്നത് വെർബിനെയാണ്. ഇത് ഏത് ടെൻസിലാണെന്ന് ചെക്ക് ചെയ്ത് നോക്കും. അപ്പൊ നോക്കുമ്പോൾ ഇത് എന്ത് ടെൻസിലാണ് തന്നിരിക്കുന്നത്? സിമ്പിൾ പ്രസന്റ് ടെൻസിലാണ്. ഡസ് ഫോം ഓഫ് ദ വെർബാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. സോ എന്ത് ചേർക്കണം? അവിടെ നമ്മൾ സിമ്പിൾ പ്രസന്റ് ഫോം ആണ് വന്നിരിക്കുന്നത്. സോ സിമ്പിൾ പ്രസന്റിന്റെ പാസീവ് എഴുതുന്നത് എങ്ങനെയാണ്? സബ്ജക്റ്റ് പ്ലസ്, പിന്നെ സബ്ജക്റ്റ് പ്ലസ് ഈസ് ഓർ ആർ. ഏതാണ്? ഈസ് ഓർ ആർ. സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ ഈസ് ചേർക്കും. സബ്ജക്റ്റ് പ്ലൂറൽ ആണെങ്കിൽ ആർ ചേർക്കും. ദെൻ പ്ലസ്, പിന്നെ V3 ഫോം ഓഫ് ദ വെർബ് ആണ് വരുന്നത്. ഓക്കെ, അങ്ങനെ അല്ലെ? ദെൻ ബൈ ഏജന്റ് വരും. എങ്ങനെയാണെങ്കിൽ ഇതാണ് പാസീവ് ഫോം. ഏത്? സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണെങ്കിൽ. അപ്പൊ ഇതിനകത്ത് ഏത് ഓപ്ഷൻ വരും? നമുക്ക് നോക്കാം. സബ്ജക്റ്റ്. ഇവിടുത്തെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ പാസീവ് ഫോം, ആക്റ്റീവ് ഫോമിലെ ഒബ്ജക്റ്റ് ആണ്. അത് ഓൾ ദ വെജിറ്റബിൾസ് ആണ്. ഓൾ ദ വെജിറ്റബിൾസ് എന്ന് പറയുന്നത് എന്താണ്? പ്ലൂറൽ ആണ്. പ്ലൂറൽ ആയതുകൊണ്ട് അവിടെ നമ്മൾ ഏത് ചേർക്കും? ആർ ചേർക്കും. സോ ആർ. V3 ഫോം ഓഫ് ദ വെർബ് ഏതാണ്? സോൾഡ് ബൈ ദിസ് ഷോപ്പ്. ആൻസർ ഓപ്ഷൻ എ വരും. ശരിക്കും പറഞ്ഞാൽ ഇത് PSCയുടെ ആൻസർ ആണ്. ഓപ്ഷൻ ബിയും എന്താണ്? ശരിയായിട്ടുള്ള ഉത്തരമാണ്. ഓക്കെ, ദെൻ അടുത്ത ചോദ്യം, ഇറ്റ് വാസ് റൈനിങ് വെൻ ഐ ഡാഷ് ഹോം എസ്റ്റർഡേ. ഇറ്റ് വാസ് റൈനിങ് വെൻ ഐ ഡാഷ് ഹോം എസ്റ്റർഡേ. ഞാൻ തന്നെ പറഞ്ഞുതരാം. എന്താണ്? രണ്ട് കാര്യങ്ങൾ പാസ്റ്റിൽ നടക്കുവാണ്. ഒന്ന് മഴ പെയ്തുകൊണ്ടിരിക്കുന്നത്, ആ സമയത്ത് മഴ പെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു എന്നുള്ളതും, ദെൻ ഞാൻ വീട്ടിൽ എത്തിച്ചേർന്നു എന്നുള്ളതും എന്താണ്? രണ്ട് പാസ്റ്റിൽ നടക്കുന്ന കാര്യങ്ങളാണ്. രണ്ട് പാസ്റ്റിൽ നടക്കുന്ന കാര്യങ്ങളെ കണക്ട് ചെയ്ത് ഒറ്റ സെന്റൻസ് ആയിട്ട് പറയുമ്പോൾ അവിടെ ഏത് കാര്യമാണോ കംപ്ലീറ്റ് ആയത് അതിനെ നമ്മൾ
ഏത് ടെൻസില്? സിമ്പിൾ പാസ്റ്റ് ടെൻസിലും ആ സമയത്ത് നടന്നുകൊണ്ടിരുന്ന പ്രവൃത്തിയെ ഏത് സിമ്പിൾ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ്, നടന്നുകൊണ്ടിരിക്കുന്ന പ്രവൃത്തി എപ്പോഴും പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിലാണ് എഴുതുന്നത്. സോ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിലും എഴുതും. കാര്യം ക്ലിയർ ആയല്ലോ? അതായത് പാസ്റ്റിൽ നടക്കുന്ന രണ്ട് കാര്യം. ഇവിടെ എക്സാമ്പിൾ പറയുവാണെങ്കിൽ ഇറ്റ് വാസ് റൈനിങ് വെൻ ഐ ഡാഷ് ഹോം യെസ്റ്റർഡേ. അപ്പൊ റീച്ചിന്റെ ഫോം ആണ് തന്നിരിക്കുന്നത്. സോ ഞാൻ ഇന്നലെ വീട്ടിലെത്തിയപ്പോൾ മഴ പെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു എന്നാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അവിടെ വീട്ടിലെത്തി എന്നുള്ളത് കംപ്ലീറ്റ് ചെയ്ത പ്രോസസ് ആണ്. സോ അവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് സിമ്പിൾ പാസ്റ്റ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ സിമ്പിൾ പാസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യുമ്പോൾ അവിടെ ഡിഡ് ഫോം ഓഫ് ദ വെർബ് എഴുതിയാൽ മതി. സോ ഓപ്ഷൻ ഡി വരും. ഇനി അവിടെ മഴ പെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു, അത് പ്രസന്റ് കണ്ടിന്യൂസ് ആണ്. സോ പാസ്റ്റ് കണ്ടിന്യൂസ് ആണ്. അതുകൊണ്ട് അവിടെ നമ്മൾ വാസ് പ്ലസ് ing ഫോം ഓഫ് ദ വെർബ് ചേർക്കും. സോ ഇറ്റ് വാസ് റൈനിങ് വെൻ ഐ റീച്ച്ഡ് ഹോം യെസ്റ്റർഡേ. ക്ലിയർ ആയല്ലോ? എല്ലാ പരീക്ഷകൾക്കും ഒരു മെജോറിറ്റി പരീക്ഷയ്ക്കും വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഈ ഒരു ചോദ്യം, ഈ ഒരു തരത്തിലുള്ള ചോദ്യം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഐ വാസ് ഗോയിങ് ഡാഷ് ദ ഡോക്യുമെന്റ്സ് ലാസ്റ്റ് ഈവനിങ്. ഐ വാസ് ഗോയിങ് എന്താണ്? ഗോയുടെ ആയിട്ട് ചേർന്നിട്ടുള്ള ഫ്രേസൽ വെർബ് ഏതാണ്? മീനിങ് വരെയും വേണം. അപ്പോൾ ലാസ്റ്റ് ഈവനിങ്ങിൽ ഡോക്യുമെന്റ് വിശദമായി പരിശോധിച്ചു എന്നുള്ള അർത്ഥത്തിൽ വേണം നമ്മൾ കൊടുക്കാനായിട്ട്. അപ്പോൾ അത് വെച്ചിട്ട് ഇവിടെ വരുന്നത് ഏത് മാത്രമേ ഉള്ളൂ? ഓപ്ഷൻ സി മാത്രമേ ഉള്ളൂ, ത്രൂ. ഗോ ത്രൂ എന്നാൽ എക്സാമിൻ കെയർഫുള്ളി എന്നാണ് മീനിങ്. ഗോ ത്രൂ അതായത് ആ ഡോക്യുമെന്റിലൂടെ പോയി എങ്ങനെ വിശദമായിട്ട് പരിശോധിക്കുക എന്നതാണ് ഗോ ത്രൂ ഇന്റെ മീനിങ്. അപ്പൊ ഗോ ഓൺ എന്താണ്? ഗോ ഓൺ എന്നാൽ കണ്ടിന്യൂ എന്നാണ് മീനിങ്. ഗോ ഓൺ എന്താണ്? കണ്ടിന്യൂ. ഗോ ഓൺ എന്താണ്? ഗോ ഓൺ കണ്ടിന്യൂ. ദെൻ അടുത്തത് ഗോ എബൌട്ട് ആണെങ്കിലോ? ഗോ എബൌട്ട് മൂവ് ഫ്രം പ്ലേസ് ടു പ്ലേസ് ആണ്. മൂവ് ഫ്രം പ്ലേസ് ടു പ്ലേസ് ആണ് ഗോ എബൌട്ടിന്റെ മീനിങ്. അപ്പൊ ഗോയിങ് ത്രൂ എന്താണ്? വിശദമായിട്ട് പരിശോധിക്കുക. എക്സാമിനിങ് കെയർഫുള്ളി ആണ് ദാറ്റ് ഈസ് ഏത് മീനിങ്ങിന്റെ? ഗോയിങ് ത്രൂവിന്റെ മീനിങ്. ഗോ ഓൺ ആണെങ്കിൽ കണ്ടിന്യൂ ആണ്. എബൌട്ട് ആണെങ്കിലോ? മൂവ് ഫ്രം പ്ലേസ് ടു പ്ലേസ് അല്ലെങ്കിൽ പെർഫോം എന്നൊരു മീനിങ്ങും ഏതിനുണ്ട്? ഗോ എബൌട്ടിനുണ്ട്. ക്ലിയർ ആയേ? അടുത്ത ചോദ്യം. ജർമ്മനി ഈസ് ഡാഷ് യൂറോപ്യൻ കൺട്രി. ജർമ്മനി ഒരു യൂറോപ്യൻ കൺട്രി ആണ്. അപ്പൊ ഇതിനകത്ത് നമ്മൾ ആർട്ടിക്കിൾ വേണം ചേർക്കാനായിട്ട്. അപ്പൊ നോക്കേണ്ടത് സൗണ്ട്, അതായത് യൂറോപ്യന്റെ ഫസ്റ്റ് വേർഡ്, ഫസ്റ്റ് ലെറ്റർ നമ്മൾ സംസാരിക്കുമ്പോൾ കൺസണന്റ് സൗണ്ട് ആണോ വവ്വൽ സൗണ്ട് ആണോ എന്നുള്ളത് ചെക്ക് ചെയ്ത് നോക്കണം. അപ്പൊ നമ്മൾ യൂറോപ്യൻ യായാണ്. യാ എന്ന് പറയുന്നത് എന്താണ്? കൺസണന്റ് സൗണ്ട് ആണ്. സോ അവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് ഏത് യൂസ് ചെയ്യും? എ ആണ് ഉപയോഗിക്കുന്നത്. ദാറ്റ് ഈസ് ജർമ്മനി ഈസ് എ യൂറോപ്യൻ കൺട്രി എന്നാണ്. യൂണിയന്റെ മുന്നിൽ യൂണിയനിന് യായാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, പക്ഷേ യു എന്നത് വവ്വലാണ് എന്ന് കരുതി നമ്മൾ ആൻ യൂണിയൻ എന്ന് എഴുതരുത്. അവിടെ കൺസണന്റ് സൗണ്ട് നോക്കിയിട്ടാണ് എ ആണോ ആൻ ആണോ എന്നുള്ളത് തീരുമാനിക്കുന്നത്. സോ യൂണിയൻ, യൂണിവേഴ്സിറ്റി, വൺ, യുട്ടോപ്യ, യാർഡ്, യുണീക്ക് ഇതിന്റെ ഫ്രണ്ടിലെല്ലാം നമ്മൾ ആർട്ടിക്കിൾ ആയിട്ടുള്ള എ ആണ് ഉപയോഗിക്കുന്നത്. അടുത്ത ചോദ്യം. The problem was dash difficult that I could not solve it. The problem was. അപ്പൊ ഇവിടെ നോക്കുമ്പോൾ ഇതൊരു അഡ്ജക്റ്റീവ് ആണ് അല്ലേ? അപ്പൊ ഈ അഡ്ജക്റ്റീവിന് ശേഷം ഒരു ദാറ്റ് ആണ് വന്നിരിക്കുന്നത്. ദാറ്റ്. സോ എന്തായിരിക്കും? ഇവിടെ സോയാണ് ചേർക്കുന്നത്. അല്ലാതെ ടു ദാറ്റ് എന്നും വെരി ദാറ്റ് എന്നും മച്ച് ദാറ്റ് എന്നൊന്നും പ്രയോഗങ്ങളില്ല. സോ ദാറ്റ് ഇംഗ്ലീഷിലുണ്ട്. സോ നമ്മൾ ഇവിടെ ചേർക്കുന്നത് സോയാണ്. ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. ദ പ്രോബ്ലം വാസ് സോ ഡിഫിക്കൽട്ട് ദാറ്റ് ഐ കുഡ് നോട്ട് സോൾവ് ഇറ്റ് എന്ന് വരും. ഇവിടെ ദാറ്റ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റി? സോ എന്നുള്ളത് പിടിക്കാൻ പറ്റി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഫൈൻഡ് ദ മിസ്റ്റേക്ക് പാർട്ട്. മിസ്റ്റേക്ക് വന്നിട്ടുള്ള ഏത് പാർട്ടിനാണെന്ന് ചെക്ക് ചെയ്യണം. ദ ഫിലിം ദാറ്റ് ഐ സാ യെസ്റ്റർഡേ, ഇതുവരെ ഓക്കെ ആണ്, കുഴപ്പമൊന്നുമില്ല. വാസ് എബൌട്ട് ആൻ ഓൾഡ് മാൻ, അതും ഓക്കെ ആണ്. ഹു വാസ് ലിവിങ് എ ലോങ് ടൈം എഗോ. അപ്പൊ ആ ഒരു പാർട്ടിന് എന്തോ ഒരു പ്രോബ്ലം ഉണ്ട്. അപ്പൊ തെറ്റായിട്ടുള്ളത് ഇതാണ്. പക്ഷെ നമുക്കിവിടെ തെറ്റായിട്ടുള്ളത് ഏതെന്ന് മാത്രം കണ്ടുപിടിച്ചാൽ പോരാ, എന്താണ് തെറ്റെന്ന് കണ്ടുപിടിച്ച് തിരുത്തേം വേണം. അപ്പൊ ഇവിടെ നോക്ക്, എഗോ എന്നുള്ളത് വന്നിട്ടുണ്ട്. എഗോ ഏത് ടെൻസിനെ സൂചിപ്പിക്കുന്ന ടൈമിംഗ് വേർഡ് ആണ്? പ്രസന്റ്
പ്രസന്റ് ആണോ? അല്ല, പാസ്റ്റ് പെർഫെക്റ്റിനെ സൂചിപ്പിക്കുന്നതാണ് എഗോ എന്നത്, പാസ്റ്റ് പെർഫെക്റ്റിനെ. സോ പാസ്റ്റ് പെർഫെക്റ്റിന്റെ ഫോം എന്ന് പറയുന്നത് ഏതാണ്? ഹാഡ് പ്ലസ് V3 ഫോം ആണ് വരുന്നത്, ഹാഡ് പ്ലസ് V3 ഫോം. അപ്പോ ഹു ഹാഡ് ലിവ്ഡ് എ ലോങ് ടൈം എഗോ എന്ന് വരും. ഓക്കെ, ക്ലിയർ ആയല്ലോ? അടുത്തത് 8ാമത്തെ ക്വസ്റ്റ്യൻ, വീണ്ടും ഒരു മിസ്റ്റേക്ക് കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇറ്റ് വാസ് ഷേക്സ്പിയർ ആൻഡ് നോട്ട് നോ വൺ എൽസ് who wrote this play at the beginning of the 16th century. തന്നിട്ടുള്ളതിൽ ഏത് പാർട്ടിനാണ് മിസ്റ്റേക്ക് ഉള്ളത്? എനിക്ക് അറിയാനുള്ളത് ഓപ്ഷൻ ബി ആണ്. വൈ? എന്തുകൊണ്ടാണ് ഓപ്ഷൻ ബി ആൻസർ ആവാനുള്ള കാരണം അവിടെ മിസ്റ്റേക്ക് ഉണ്ട്. ഒരു സെന്റൻസ് എടുക്കുമ്പോൾ ഒരു സെന്റൻസിൽ അറ്റ് എ ടൈം 2 നെഗറ്റീവ് വേർഡ്സ് ഉപയോഗിക്കാറില്ല, അങ്ങനെ ഒരു പതിവേ ഇല്ല. ഒരു നെഗറ്റീവ് വേർഡ് മാത്രമേ വരാൻ പാടുള്ളൂ. ഇവിടെ നോട്ടും നോ വണ്ണും വന്നു, അതുകൊണ്ട് ഇവിടെ നമ്മൾ എന്ത് ചേർക്കണം? ആൻഡ് നോട്ട് എനി വൺ എന്ന് ചേർക്കണം. എനി വൺ, നോ വണ്ണ് ചേർക്കുന്നതിന് പകരം എനി വൺ എന്ന് ചേർക്കുമ്പോൾ ഈ സെന്റൻസ് ഓക്കെ ആവും. ഓക്കെ, അടുത്ത ചോദ്യം, മിൽക്ക് ഈസ് ഡാഷ് ഇൻ പ്രോട്ടീൻസ് ആൻഡ് മിനറൽസ്. നമ്മൾ പരസ്യത്തിലൊക്കെ കാണാറുണ്ട്, കോംപ്ലാന്റെ പരസ്യത്തിലൊക്കെ മിൽക്കിനെ പറ്റി പറയാറുണ്ട്, മിൽക്ക് ഈസ് റിച്ച് ഇൻ പ്രോട്ടീൻ ആൻഡ് മിനറൽസ്. സോ ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ, റിച്ച്. മിൽക്ക് ഈസ് റിച്ച് ഇൻ പ്രോട്ടീൻസ് ആൻഡ് മിനറൽസ്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഇൻഡയറക്റ്റ് ഫോം ഓഫ് ഡു യു ലൈക്ക് കോമിക്സ് ഷീ ആസ്ക്ഡ് മീ ഈസ്. എന്താണ് ആൻസർ? ഇതെങ്ങനെ ചെയ്യും? അതായത് തന്നിരിക്കുന്ന സെന്റൻസ് നമുക്ക് നോക്കുമ്പോൾ അറിയാം, റിപ്പോർട്ട് ചെയ്യേണ്ട സബ്ജക്ട് സെന്റൻസ് എന്ന് പറയുന്നത് ഒരു എസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഈ റിപ്പോർട്ടിംഗ് വെർബിനെ, അതായത് ഈ ആസ്ക്ഡ്, ടെൽ എന്നൊക്കെ പറയുന്നതാണ് റിപ്പോർട്ടിംഗ് വെർബ് എന്ന് പറയുന്നത്. ഇതിനെയും സ്പീച്ച് പാർട്ടിനെയും തമ്മിൽ ബന്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു ഇഫ് അല്ലെങ്കിൽ വെദർ എന്ന് പറയുന്ന ഒരു കണക്റ്റിംഗ് വേർഡ് ഉപയോഗിക്കും. അപ്പോൾ ഇവിടെ ആദ്യം റിപ്പോർട്ടിംഗ് വെർബ് എഴുതണം, ദാറ്റ് ഈസ് ഷീ ആസ്ക്ഡ് മീ. ദെൻ അത് കഴിഞ്ഞിട്ട് ഈ കണക്റ്റിംഗ് വെർബ് ഇഫ് വെദർ, അതായത് ഇവിടെ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത് വെദർ ആണ്. ദെൻ പാസ്റ്റ് ഫോം ഓഫ് ദ വെർബ് യൂസ് ചെയ്യണം. അപ്പൊ ഇവിടെ ഏത് വരും? ഐ ലൈക്ക്ഡ് കോമിക്സ് വരും. കാരണം എന്താണ് ഇവിടെ റിപ്പോർട്ടിംഗ് വെർബ് പാസ്റ്റിലാണ്. സോ നമ്മൾ എന്ത് ചെയ്യും? അതിനെ പാസ്റ്റിലേക്ക് മാറ്റും. സോ വെദർ ഐ ലൈക്ക്ഡ് കോമിക്സ് എന്നാവും. ദാറ്റ് ഈസ് ഓപ്ഷൻ സി ആണ് ഇവിടുത്തെ റൈറ്റ് ആൻസർ. ഓക്കെ, 10 ചോദ്യങ്ങൾ കഴിഞ്ഞു. 10th മെയിൻസിന്റെ ക്ലാസ്സുകൾ ജൂലൈ 5 മുതൽ നമ്മൾ ക്ലാസ് ആരംഭിക്കുകയാണ്. താല്പര്യമുള്ള ആൾക്കാർക്ക് നമ്മുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് പഠിക്കാവുന്നതാണ്. അപ്പോൾ കൂടുതൽ എന്തെങ്കിലും നിങ്ങൾക്ക് അറിയണമെന്ന് താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യുക. ആപ്പ് ഡൗൺലോഡ് ചെയ്തതിന് ശേഷം ആപ്പിൽ നിങ്ങൾക്ക് ഡൗട്ട്സ് ചോദിക്കാനുള്ള അവസരങ്ങളുണ്ട്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് ആൻഡ് താങ്ക് യു.